അണ്ടർ സ്കേർട്ട് എങ്ങോട്ട് വെച്ചെന്നറിയില്ല. അതിന് തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഉള്ള സ്കേർട്ടും ജീൻസും ഒക്കെ പുറത്തിറക്കി. ഇതൊരു ജീൻസാണ്. ഇത് പാച്ച് വർക്ക് എന്ന് പറയും ഈ ജീൻസിന്. ഇതും പാച്ച് വർക്കിൻ്റെ ജീൻസാണ്. ഇത് ഹാഫ് ട്രൗസർ. ഇത് 3/4 ആണോ ജീൻസ്. ഇതെല്ലാം ഇറക്കി നോക്കട്ടെ, ഇപ്പോഴേ അറിയുള്ളൂ. അടുത്ത പാച്ച് വർക്കിൻ്റെ ജീൻസ്. ഇത് നമ്മൾ വിചാരിക്കും കീറിയതാണെന്നല്ലേ. ഇത് കമ്പനി അവരുടെ മെഷീനിൽ കീറുന്നതാണ്, നമ്മൾ തന്നെയാണ് കീറുന്നതൊന്നുമല്ല. ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഇത് കീറിയതാണ്. നമ്മൾ കീറുന്നതാണെന്നല്ല, അവർക്ക് അറിയുള്ളൂ. ഇത് അടിയിൽ ഇങ്ങനെ ഉള്ള വേറൊരു ജീൻസ്. അടിയിൽ ടാഗൊക്കെ ഉണ്ട്. ഇത് കാലിൻ്റെ അവിടെ ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ജീൻസ്. കാലല്ല, ഫുള്ള് ടൈറ്റായിട്ടിരിക്കും. വീണ്ടും ഒരു ബ്ലാക്ക് ജീൻസ്. ഇത് പലാസോ ടൈപ്പ് ജീൻസ്. കണ്ടോ കാലിൻ്റെ അവിടുത്തെ ലെങ്ത്ത് കണ്ടോ. ഇത് 3/4 എന്ന് പറയുമ്പം മുട്ടിന് തൊട്ട് താഴെ നിൽക്കുന്ന, ട്രൗസറല്ല, മുട്ടിന് താഴെ നിൽക്കുന്ന ടൈപ്പ്. ഇതുകൊണ്ട് ഏറ്റവും അടിയിൽ നിന്നിട്ട് എടുക്കാണ്ട് ഇതായിപ്പോൾ ഏത് വാഷ് ചെയ്യണം എന്നാലേ അവർ കളർ മാറുള്ളൂ. ഇത് വേറൊരു ജീൻസ്, നോർമൽ ജീൻസ് കണ്ടോ, പക്ഷെ അത് അടിയിലിരുന്നിട്ട് പൂപ്പലായിപ്പോയി. ഇതൊരു സ്കേർട്ട് കണ്ടോ, കുറച്ച് നീളം കൂടുതലല്ല. അപ്പോൾ ഇനി ഇത് പോക്കറ്റൊക്കെ ഉണ്ട്. കണ്ടോ, പാൻ്റല്ല, ഇത് സ്കേർട്ട്, മിഡി, പാവാട. ഇച്ചിരി നീളം കൂടുതലുണ്ട്, അത് കട്ട് ചെയ്ത് റെഡിയാക്കണം. ഇത് ലെഗിൻസ് അല്ല, ജെഗിൻസ്. ഇത് ഏതെങ്കിലും ഒരു ടോപ്പിന് അതിൻ്റെ അടിയിൽ ഇടാം. കുർത്ത ടൈപ്പില്ലേ, അതിനിടാനായിരിക്കും ഇത് ഭംഗി. ഭയങ്കര ടൈറ്റാണ്. അതുപോലെ ഒന്നാണിത്. ഇത് ഡെക്കാത്തലോണിന്ന് എടുത്തതാണ്. ഇതുപോലത്തെ 3-4 എനിക്കുണ്ട്. ഇതും അതുപോലെ കുർത്തയ്ക്ക് ഇടുന്നതായിരിക്കും ഭംഗി. പ്ലെയിൻ കുർത്തയ്ക്ക് എന്തെങ്കിലും ഇടണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്കിട്ടാൽ ബോറാണ്. അത് ജീൻസിൻ്റെ ടോപ്പിന് എനിക്കിടുമ്പോൾ ബോറാണ്. ജിമ്മിൽ സ്പോർട്സ് വിയറായിട്ട് എടുക്കേണ്ടതാണ്. വേറെ ഒന്ന് സ്പോർട്സ് വിയറായിട്ടുള്ളത്. ഇത് ഇടയ്ക്ക് സെയിൽ വരും, എറണാകുളത്തൊക്കെ സെയിൽ വരുമായിരുന്നു. അങ്ങനെ അവരുടെ നിന്ന് ഞാൻ എടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പാൻറ്റാണത്. ഈ പുറത്ത് ഔട്ട് ഓഫ് ഇന്ത്യയിലുള്ള ഇതാണ്, മോഡലാണ്. അവരുടെ ക്ലോത്താണ്, മെറ്റീരിയലാണ്. കണ്ടോ, സീബ്ര ലൈൻ. ഇത് ഞാൻ ബ്ലാക്ക് ടോപ്പിന് ഇടാറുണ്ട്, നല്ല ഭംഗിയായിരിക്കും. ഇത് അതുപോലെ ഇത് ജീൻസിൻ്റെ ടോപ്പിനൊക്കെ ഇടട്ടോ. ജീൻസ് മെറ്റീരിയലൊന്നുമല്ല, ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ്. ഇത് നമുക്കൊരു വൈറ്റ് ടോപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വിയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അങ്ങനെ ടൈറ്റൊന്നുമല്ല, ലൂസാണ് താഴെ. തപ്പി ഇതിനിടയിൽ ഇല്ല. ഇതെൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഇവിടെ ഇട്ടുണ്ട്, അപ്പോൾ ഇതിനകത്തില്ല. ഒരു ഓണത്തിനിടുന്ന സാരിക്ക് ഇടുന്ന പാവാടയില്ല, അത് തപ്പിപ്പോയതാണ്, ഇവിടെ ഇല്ല.